നേരിയ മഞ്ഞും അതിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും പിന്നെ നിശബ്ദമായ പ്രകൃതിയും കയ്യിൽ എരിയുന്നൊരു സിഗരറ്റും. എന്തൊരു സുഖമുള്ള ജീവിതമല്ലേ. All the dreams like tingle stars. The tingle stars like glowing gems. ആഹാ എപ്പോ? അയ്യോ, എനിക്കിത് വേണ്ട. ഇത് പറയാനല്ല ഞാൻ വന്നത്. ഈ സിഗരറ്റിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ഈ ക്ലീഷേ ഡയലോഗ് അടിച്ച് നമുക്ക് ചുറ്റും സിഗരറ്റ് പുകച്ച് തള്ളുന്നവർ ധാരാളമാണ്. അധികമായാൽ അമൃത് പോലും വിഷമാണ്. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ഈ പുകച്ചു തള്ളുന്ന സിഗരറ്റുകൾ അവനവൻ്റെ ജീവിതത്തിന് തന്നെ അപകടമായി മാറും, ജീവൻ തന്നെ എടുക്കും എന്നുള്ള സത്യം ഇത് വലിച്ചു തള്ളുന്നവർ ശ്രദ്ധിച്ചാൽ അവനവനെ കൊള്ളാം. എങ്ങനെ ഇരിക്കണം? ഐക്യ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഇത് വയ്ക്കുമ്പോഴേ എന്തോ നിങ്ങളെ കാണാത്തതുപോലെ. അതായത് കഴിഞ്ഞ നവംബറിൽ ഞാൻ നിങ്ങളോട് നവരാത്രിയിലെ 7 ദിവസങ്ങളുടെ പ്രാധാന്യം, ദിവസങ്ങളുടെ അല്ല 7 ദിവസത്തെ നിറങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഉറപ്പ് തന്നിരുന്നു പുതിയ ഒരു വിഷയവുമായി, പാട്ടും ഡാൻസും ഒന്നുമായി ബന്ധമില്ലാത്ത പുതിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമെന്ന്. പക്ഷെ പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു, പല പല പ്രാരാബ്ധങ്ങളല്ല അതിനിടയിൽ നടന്നില്ല. പുതിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. സിഗരറ്റിനെ കുറിച്ച് കേൾക്കാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പ്രോഡക്റ്റ് ഏതാണെന്നറിയാമോ? ഈ ലോകത്തെ നമ്പർ 1 സെല്ലിംഗ് പ്രോഡക്റ്റ് സിഗരറ്റാണ്. നമുക്ക് ചുറ്റും ധാരാളം പരസ്യങ്ങളാണ്. ഈ സോപ്പ് തേക്കൂ, നിങ്ങൾ വെളുവിള വെളുക്കും. ഈ എണ്ണ ഉപയോഗിക്കൂ, നിങ്ങളുടെ താരനും പോകും, മുടിയും വളരും. ഈ ചെരുപ്പിടൂ, നിങ്ങളുടെ പാദങ്ങൾ മൃദുലമാകും എന്നിങ്ങനെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഒരു പരസ്യവും ഇല്ലാതെ വിൽക്കുന്ന പ്രോഡക്റ്റിൽ തന്നെ അതിൻ്റെ ദൂഷ്യത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുന്നു, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നിങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ലോകത്തെ നമ്പർ 1 സെല്ലിംഗ് പ്രോഡക്റ്റ്. ഹലോ, ഇവിടെ എടാ, നീയൊക്കെ കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എൻ്റെ മോനാണേ ക്യാമറ എടുക്കുന്നത്. കേട്ടല്ലോ, എന്തൊരു വിരോധാഭാസമാണല്ലേ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പണ്ടുള്ളവര് ഈ പുകയില അപ്പാടെ പൊടിച്ചിട്ട് കത്തിച്ചാണ് സിഗാർ ഉണ്ടാക്കിയത്. മാത്രമല്ല അവർ ഹുക്കകളിൽ ഈ പുകയില പൊടിച്ച് ഇട്ടിട്ട് കത്തിച്ച് വലിക്കുമായിരുന്നു. പക്ഷേ 1799 നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തിൽ തുർക്കി പടയാളികളുടെ ഹുക്കകൾ മുഴുവൻ നശിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? സിഗരറ്റ് വലിക്കാനാവാതെ അവരാകെ വിഷമിച്ചു. അപ്പോൾ തോന്നി അവർക്കൊരു പുതിയ ഐഡിയ. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ പീരങ്കിയിൽ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന കടലാസ് പേപ്പറുകളില്ലേ, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ പുകയില പൊടിച്ച് അതിനകത്തിട്ട് ചുരുട്ടി അവർ വലിച്ചങ്ങ് രസിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ സിഗാറിന്റെ ജനനം അല്ലെങ്കിൽ സിഗരറ്റിന്റെ ജനനം എന്നാണ് പറയുന്നത്. ആ കിടക്കുന്ന ഒരു കുറ്റി വീണ്ടും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ക്രിക്കറ്റും ബോളും ബാറ്റും ഒക്കെയാണെന്നാണല്ലേ? അല്ല കേട്ടോ, ഇതാ നല്ല ഒന്നാം തരം ആശ്രയമാണ്. ഇതെൻ്റെ ഭർത്താവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. പ്രദീപിന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്നോ ആവേശമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആദ്യത്തെ സിഗരറ്റ് കണ്ടുപിടിച്ചത് 1865 വാഷിംഗ്ടൺ ഡ്യൂക്ക് എന്ന വ്യക്തിയാണ്. നോർത്ത് കരോളിനയിലെ റാലി എന്ന സ്ഥലത്ത് 3000 ഏക്കറോളം വരുന്ന തൻ്റെ ഫാമിലാണ് അദ്ദേഹം പുകയില കൃഷി നടത്തിയത്. ഇത്തരം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിഗരറ്റുകളെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ്, അതായത് കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്നവയായിരുന്നു. വാഷിംഗ്ടൺ ഡ്യൂക്ക് തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഈ സിഗരറ്റുകൾ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാനം സൈനികർക്ക് വിറ്റു. ടിഷ്യൂ കടലാസിൽ ഒരേ അളവിൽ പുകയില നിറച്ച് ചുരുട്ടി കൃത്യം അളവിൽ സിഗരറ്റുകൾ മുറിച്ചുണ്ടാക്കുന്ന ഒരു മെഷീനും 1880 ജെയിംസ് ആൽബർട്ട് ബോൺസോക്ക് എന്ന അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചു. ഈ ഒരു യന്ത്രം കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഇന്ന് നിലവിൽ കാണുന്ന ഇത്തരം സിഗരറ്റുകൾ പ്രചാരത്തിൽ വന്നത്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. എന്നാൽ ഒരു കമ്പനിയെ തൻ്റെ ജീവനക്കാരൻ്റെ പുകവലി നിർത്താനായി കണ്ടുപിടിച്ച ഒരു ഐഡിയ എന്താണെന്ന് കേൾക്കണോ? ജപ്പാനിലെ ഒരു കമ്പനിയാണ് പിയാലയിൽ ജോലി സമയത്ത് അവിടുത്തെ തൊഴിലാളികൾ സ്മോക്കിംഗ് ബ്രേക്ക്, പുകവലിക്കുന്നതിനായി സ്മോക്കിംഗ് ബ്രേക്ക് എടുക്കുന്നതായി അവിടുത്തെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കമ്പനിയുടെ പ്രോഡക്റ്റിവിറ്റിയെ സാരമായി ബാധിക്കുന്നതായി മനസ്സിലാക്കിയ അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? ജോലി സമയത്ത് പുകവലിക്കാതിരിക്കുന്ന തൊഴിലാളികൾക്ക് വർഷത്തിൽ 5 ദിവസത്തോളം ശമ്പളത്തോടു കൂടിയ ലീവ് അനുവദിക്കുമെന്നുള്ള നിയമം കൊണ്ടുവന്നു. ഇത് വന്നതോടുകൂടി ജോലി സമയത്ത് പുകവലിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം 99% കുറഞ്ഞു.
സ്മാർട്ട് ബോയ്. എങ്ങനെയുണ്ടല്ലേ? ഇത് നമ്മുടെ മലയാളികളുടെ ഇടയിലാണ് വന്നതെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ. തിങ്കൾ മുതൽ ശനി വരെ പുകവലിക്കാതിരുന്നതിൻ്റെ എല്ലാ കോട്ടവും തീർത്തുകൊണ്ട് ഞായറാഴ്ച അവർ പുകവലിച്ച് തള്ളും. അതല്ലേ സത്യം? അയ്യോ, എന്നെ പൊങ്കാലയിടാൻ വരല്ലേ? ഈ രാജ്യത്തായാലും ലോകമാകമാനമായാലും സിഗരറ്റ് വലി വലിയൊരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒന്ന് വലിച്ചാലേ ആണാകൂ, ഒരു പരിധിവരെ പെണ്ണുമാകൂ എന്ന് ചിന്തിക്കുന്നവരുടെ കാലഘട്ടമാണിത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. എന്തിനാണത് അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? വായു വലിച്ചെടുക്കാൻ. എന്നാൽ പലരും സിഗരറ്റിൻ്റെ പുക വലിച്ചെടുക്കാനാണ് ഈ ലെൻസ് ഉപയോഗിക്കുന്നത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. അതൊക്കെ അറിയാമെങ്കിലും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും ഒരു പരിധിക്കപ്പുറം പുക വലിച്ചു തള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം പറയാം, വലി നിർത്തിയില്ലെങ്കിൽ ശ്വാസം വലി നിലയ്ക്കും. അതുകൊണ്ട് ജാഗ്രതയും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സിഗരറ്റിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു, അത്രയേ ഉള്ളൂ. എങ്കിലും ദയവായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി ഐക്യ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ എൻ്റെ ലോകത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ. താങ്ക് യു.